ഹലോ പൂജ. അതെ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എന്താ പൂജ? ഞാൻ ഷാനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എവിടെ ഉണ്ടെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. പറയാം. ആദ്യം വൈകല്ലേ, വളരെ സീരിയസ് ആയ മാറ്റർ. ഞാൻ വിളിക്കാൻ പറയാം. ആദ്യക്കുട്ടാ, നീ ഇതെങ്ങോട്ടാ? ആമിയുടെ വീട്ടിലേക്കാ? എന്നാ ഞാനും കൂടെ വരാടാ. അയ്യോ അല്ല മുത്തശ്ശി, ഞാനേ അത്യാവശ്യമായിട്ടൊന്ന് കോളേജ് വരെ പോവാ. ശരി. കോളേജിലോ? ഈ നേരത്തോ? കോളേജിലല്ല, കോളേജിനടുത്ത് ബുക്ക് സ്റ്റാളില്. അതെ, നിന്റെ പരീക്ഷ കഴിഞ്ഞില്ലേ? പിന്നെന്താ ബുക്ക് സ്റ്റാളില്? ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. മുത്തശ്ശി അവിടെ എന്റെ 1-2 ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കെന്താ ഇങ്ങോട്ട് വന്നാല്? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ കുഴഞ്ഞു പോകും കേട്ടോ. ഓ വേണ്ട വേണ്ട, കുഴയണ്ട, പോയിട്ട് വാ. പിന്നെ സന്ധ്യക്ക് മുമ്പ് വീട്ടിൽ കയറിക്കോണേ. ശരി മുത്തശ്ശി. ശരി. ഇതിത്തിരി കൂടുതലാ കേട്ടോ അമ്മേ. ആ കുട്ടിക്ക് ഇപ്പൊ അവധിയല്ലേ? ചേട്ടാ, അവൻ എന്തിനാ ഈ വീടിനുള്ളിൽ കയറി ചടഞ്ഞുകൂടെ ഇരിക്കുന്നേ? നിന്നോട് ആരാ ഗോമതി ഇപ്പൊ അഭിപ്രായം ചോദിച്ചേ? ഈയിടെയായിട്ടെ ഇതും ഇത്തിരി കൂടുതലാ കേട്ടോ. പ്ലീസ്, ഞങ്ങളല്ല. എന്താ ആരാ? എന്താ ഇതൊരു വല്ലാത്ത ചോദ്യമായി പോയല്ലോ സാറേ. കണ്ടിട്ടറിയാത്തയാള് എങ്ങനെയാ പറഞ്ഞാലറിയുന്നത്? വളഞ്ഞവട്ടം, ഫാദർ വളഞ്ഞവട്ടം, പ്രിൻസിപ്പലാ സെന്റ് മേരീസ് കോളേജിലെ. അച്ഛനിപ്പോ എന്താ വേണ്ടത്? എന്റെ പിള്ളേരെ, ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ ചെയർമാനും പിള്ളേരെയും അവരെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അച്ഛനൊരു പ്രിൻസിപ്പൾ ആണെന്നല്ലേ പറഞ്ഞേ? അപ്പോ ആ മര്യാദയും പക്വതയും കാണിക്കണ്ടേ? അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും സംയമനം പാലിച്ചത്. ഇല്ലെങ്കിൽ എന്റെ പിള്ളേരുടെ കൂടെ യമ്മർക്കിട്ട് തല്ലാൻ ഞാനും പോകത്തില്ലായിരുന്നു. എന്റെ സാറേ, 1000 തവണ ഞാൻ യവന്മാർക്ക് വാണിംഗ് കൊടുത്തതാ. എന്റെ ക്യാമ്പസിൽ കള്ളും കഞ്ചാവും വിൽക്കാൻ കേറിപ്പോരെന്ന് അനുസരിച്ചില്ല. ദേവാലയത്തെ കളങ്കപ്പെടുത്തിയ കള്ളനെയും കരിഞ്ചന്തക്കാരനെയും ചാട്ടവാറുകൊണ്ട് ആ കർത്താവ് പോലും നേരിട്ടത്. അപ്പൊ പിന്നെ എന്റെ പിള്ളേരെ കുറ്റം പറയാൻ പറ്റുമോ സാറേ? ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ സാർ നോക്ക്. നോക്ക്, ഈ മൊബൈലിലുണ്ട് എല്ലാ തെളിവുകളും. $1.5 ലക്ഷം മുടക്കി ഞാൻ കോളേജിന് ചുറ്റും ക്യാമറ വെച്ചത് വെറുതെയാണോ സാറേ? കണ്ടോ, നോക്ക്, ഒറ്റയൊരുത്തന് കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണം ഉണ്ടോന്ന്. ദേഹം മൊത്തം ടാറ്റു അടിച്ച് മുടി നീട്ടി വളർത്തി, കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല. ഇവനൊക്കെ എങ്ങനെയാ സാറേ ന്യൂ ജനറേഷൻ ആകുന്നത്? ചുമ്മാ അതുണ്ടാക്കി തന്തയും തള്ളയും പറയിപ്പിക്കാനായിട്ട്. അച്ഛോ, അച്ഛൻ പറയുന്നൊക്കെ ന്യായോ? പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് അച്ഛന്റെ പിള്ളേരുടെ കാര്യത്തിൽ മാത്രം കൺസിഡറേഷൻ തരാൻ പറ്റില്ല. ആര് പറഞ്ഞു കൺസിഡറേഷൻ വേണമെന്ന്? വക്കീലേ,
ആ കടലാസ് സാറിനെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഇനി എനിക്കെന്റെ പിള്ളേരെ കൊണ്ടുപോവാല്ലോ, അല്ലേ സാറേ? വാടാ പിള്ളേരെ. വാടാ